ഹലോ യൂട്യൂബ്, നമ്മളിന്ന് പുറത്ത് പോകാൻ പോവാണ്. ഒരു ചെറിയൊരു പരിപാടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വ്യൂവും ഇവിടുത്തെ ഒരു പരിപാടികളും എല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം ഗെറ്റ് റെഡി വിത്ത് മീ. അത് വലിയ പരിപാടിയൊന്നുമില്ല, എല്ലാ ഇൻസ്റ്റാഗ്രാമിൽ അതിൽ കാണിക്കുന്ന നമുക്ക് അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മൾ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് അകത്ത് തെർമൽ ഇടണം. തെർമൽ ഇട്ടില്ലെങ്കിൽ വെളിയിൽ നല്ല തണുപ്പാണ്. വെളിയിലത്തെ ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം, ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടെന്ന്. ആദ്യം തെർമൽ, പിന്നെ അതിൻ്റെ മുകളിൽ ടീഷർട്ടോ ഷർട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ഇടാം. പിന്നെ വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ നല്ലൊരു ഷൂസ് അഥവാ ബൂട്ട്, ഇങ്ങനെ എന്തെങ്കിലും വേണം. ഇത് മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ റെഡി ആവട്ടെ. അപ്പം ഷൂ ഒക്കെ ഇട്ട് റെഡിയായി. ഇനി അടുത്ത് നമുക്ക് ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ഇടണം. ചിലരൊക്കെ ഇവിടെ നമ്മൾ വെയിലങ്ങനെ ഇല്ല, ഞാൻ വന്നിട്ട് ഒരു ദിവസം മാത്രമേ കുറച്ച് വെയിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ലെങ്കിലും അതിൻ്റെ മേളിൽ കൂടെ ഇതിടാറുണ്ട്, സൺസ്ക്രീനൊക്കെ ഇടാറുണ്ട്. ഞാനിന്ന് സൺസ്ക്രീൻ ഇടുന്നില്ല. നമുക്ക് ഒരു മോയ്സ്ചറൈസറും പിന്നെ ചുണ്ടിൽ ലിപ് ബാം തേക്കും. ലിപ് ബാമും ഉണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിപ് ബാമും മസ്റ്റാണ്, മോയ്സ്ചറൈസറും മസ്റ്റാണ്. ലിപ് ബാമൊക്കെ ഇട്ടില്ലെങ്കിൽ പണി പാളും. എന്ന് വെച്ചാൽ ലിപ് ബാം ഇട്ടില്ലെങ്കിൽ ചുണ്ടൊക്കെ പൊട്ടി സീനാവും. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ലിപ് ബാം ഇട്ടിട്ടില്ല, അതാണ് ചെറിയ ചുളുക്കണൊക്കെ ഉള്ളത്. ഇപ്പോൾ ലിപ് ബാം ഇടണം, അതിടുക, നേരെ ഇറങ്ങുക. വേറെ ഒരു ജാക്കറ്റും കൂടെ എടുത്തിടുക, ഇറങ്ങുക. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ ഇതിനകത്തുള്ളൊരു വ്യൂ ആണ്, ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങുന്നതിൻ്റെ ഒരു വ്യൂ ആണിത്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി. ഇവിടെ ഈ കാറൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഒന്നുമല്ല, റെൻറ്റിന് കൊടുക്കാൻ ഇട്ടിരിക്കുന്ന കാറുകളാണ്. പിന്നെ നേരെ ഇപ്പം നമ്മൾ കണ്ടതാണ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ സൂപ്പർ മാർക്കറ്റാണ്, ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ നമ്മുടെ പരിപാടി എവിടെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചത് ഇവിടെ നല്ല നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാക്കയാണ് ഞാൻ ഇന്നാണ് കാണുന്നത് ഇവിടെ വന്നിട്ട്. എന്തായാലും കാക്ക ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടല്ലോ, വായിന്നൊക്കെ പുക വരെയാണ്. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഫുള്ള് സെറ്റായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫുള്ള് സീനാണ്. അപ്പൊ ഇവിടുന്ന് നടന്ന് ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അപ്പുറ സൈഡിലോട്ട് പോകണം. പക്ഷേ നമുക്ക് അതുവഴി അങ്ങ് പോകാൻ പറ്റത്തില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ കറങ്ങിയാണ് പോകുന്നത്. നമ്മൾ ആ വഴി തന്നെയാണ് പള്ളിയിലും പോകാൻ പറ്റും. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, പോകണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ നിൽക്കുകയാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് പരിപാടി ആദ്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ആ ഒരു വ്യൂ കാണിച്ചിരുന്നു പറഞ്ഞാൽ ഞാൻ കാണിച്ചിരുന്നില്ലല്ലോ. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പറഞ്ഞ ട്രിവാൻഡ്രം അറിയാലോ, ട്രിവാൻഡ്രത്ത് നമ്മള് ചില ഭാഗങ്ങളിൽ പോകുമ്പോ ഉള്ള ഒരു വ്യൂ ആണ് ഇത്. കറക്റ്റ് ഒരു യൂറോപ്പ് വൈബ് വരുന്നത് ഓൾഡ് ടൗണിലോട്ട് പോകുന്ന സമയത്ത്. ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല. അതവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ ഇനിയും പോകുമല്ലോ. അപ്പൊ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെ വീഡിയോ എടുക്കാന്നുള്ള പ്ലാനിലാണ് ഞാൻ നിന്നത്. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് അവിടുത്തെ പരിപാടികളും എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ. അപ്പൊ ഇന്ന് ഇവിടുത്തെ വ്യൂ ഇതൊക്കെയാണ്. ഇവിടുത്തെ വ്യൂ വലുതായിട്ടൊന്നുമില്ല. ഇത് അങ്ങ് നേരെ കാണുന്ന ഒരു മോളാണ്, ഏവിയോൺ മോൾ എന്ന് പറയും. അതിന്റെ പാർക്കാണ് അതിന്റെ ഫ്രണ്ടില്. കുറെ റെഡ് കളറിലൊക്കെ ചെടികളൊക്കെ നിൽക്കുന്ന ആ ഒരു പാർക്ക്. കിടിലോ മോളാണ്. കിടിലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മോളിന്റെ അത്ര വലിപ്പമൊന്നുമില്ല, പക്ഷെ സംഭവം കൊള്ളാം. ഇവിടെ ഇതിനേക്കാളും വലിയ ഒരെണ്ണം ഉണ്ട്, കുറച്ചങ്ങോട്ട് പോകണം. നമ്മൾ ഒരു പ്രാവശ്യം അങ്ങ് ഷോപ്പിങ്ങിനായിട്ട് ചെറുതായിട്ടൊന്ന് പോയായിരുന്നു. അത് നല്ല വലുതാണ്, കാണാനൊരു അകത്ത് കയറുമ്പോൾ ഒരു യൂറോപ്യൻ വൈബൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും നമ്മുടെ പരിപാടി അവിടെ പുള്ളി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും ഇത്ര പറഞ്ഞല്ലേ, അപ്പോൾ പിന്നെ ആദ്യം മുകളിലോട്ട് തന്നെ പോയി അവിടെ ഒന്ന് കയറി കറങ്ങിയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അവിടുത്തെ ആ ഒരു പാർക്ക്. പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പാർക്കൊന്നുമില്ല. ഇവിടെ കൂടെ ആൾക്കാർക്ക് നടക്കാം,
പിന്നെ ഈ രാവിലെ ജോഗിങ്ങിന് ഇങ്ങോട്ട് വരുന്നവരുണ്ട്, പിന്നെ പിള്ളേരെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നവരുണ്ട്, സ്കേറ്റ് ബോർഡിങ്ങും പരിപാടിയൊക്കെ നടക്കുന്ന പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സെറ്റപ്പ്. നമ്മുടെ മെക്ഡോണൽഡ്സിൻ്റെ ഒരു വലിയൊരു ഇത് തന്നെയുണ്ട്. ഇത് ആ മോളിനകത്ത് വേറെ ഉണ്ട്, ഇതെല്ലാം പുറത്ത് വലിയൊരു സെറ്റപ്പാണ്. ഡ്രൈവ് ത്രൂവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ABM മോൾ. നമുക്കകത്ത് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പൊക്കെ ഉള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെയുണ്ട്, സൈഡിൽ വേറെ കുറേ സെറ്റപ്പുകളാണ്. ഇത് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രമായിട്ടല്ലാതൊരു രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അകത്ത് കയറി കുറച്ച് കറങ്ങിയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് പിന്നെ ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒരു വേറെ ഒരു ഫുഡ് കോർട്ടിൻ്റെ സെറ്റപ്പാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പുറത്ത്. അപ്പം അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ്. ഫുഡ് കോർട്ടൊക്കെ അപ്പുറത്തെ സൈഡാണ്, വേറൊരു സൈഡിലാണ് ഫുഡ് കോർട്ടൊക്കെ വരുന്നത്. ചെയ്തിട്ടുള്ള ഒരു കാർട്ടാണത്. നമ്മുടെ എല്ലാ മോളിലുള്ള കണക്കൊരു ട്രെയിൻ സെറ്റപ്പ് അത്ര തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫുഡ് കോർട്ട്. ഇതിനകത്ത് ഫുഡിൻ്റെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. KFC ഉണ്ട്, പിന്നെ ബർഗർ കിങ് ഉണ്ട്, പിസ്സ ഹട്ട്, എന്താ പിന്നെ ചൈനീസ് പരിപാടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നിന്നപ്പോൾ താഴോട്ടൊരു വഴിയുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞ് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു അച്ഛനും മോനും കൂടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ. നമ്മൾ കയറി ഇറങ്ങി കളിക്കുന്ന അങ്ങനെ നോക്കാൻ ഇറങ്ങിയ തിരിച്ചു കയറാം. പാർക്കിങ് കണ്ടല്ലേ, അപ്പോൾ തിരിച്ചു പോകാം. ഞങ്ങളുടെ കാർ ഇവിടെയല്ല പാർക്ക് ചെയ്തത്. ഇറങ്ങിപ്പോയപ്പോഴേക്കും പാർക്കിംഗ് ആണ് കണ്ടത്. വേറെ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പുറത്ത് വേറൊരു നിവി മോൾ എന്ന് പറയുന്നൊരു ഇതാണ്. അവിടുത്തെ താഴത്തെ ഫ്ലോറിൽ വേറെ ഇതിനകത്തെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി തിരിച്ച് പോകാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി എല്ലായിടത്തും ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് സ്റ്റാക്കാവാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ വെച്ച് തള്ളി വിടണം. എല്ലാ കൺട്രിയിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം കാണും. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയും ഇല്ല. അപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ എന്താണ് നമുക്ക് നേരെ മറ്റേ പള്ളിയില്ല, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പള്ളി ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്ക് ആ ബോഷിൻ്റെ ഒരു ഇതൊക്കെ കണ്ടായിരുന്നു. ഇത് എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് സംഭവം വഴി അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് മാപ്പ് നോക്കി പോകാനുള്ള പ്ലാനിലാണ്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു 900 മീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷേ നല്ല അടുത്തെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ല അടുത്താണ്. നമ്മൾ ഇവിടെ നോക്കിയപ്പോഴേ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നോക്കിയപ്പോൾ നല്ല അടുത്താണെന്നാണ് പറയുന്നത്. എന്തായാലും അറിയത്തില്ല, എന്തായാലും നമുക്ക് വെച്ച് നടക്കാം. അപ്പോൾ നമ്മൾ ഇത് കണ്ട ഈ ഗ്രഫീറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ വരച്ച് ഇതാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാണിച്ചിട്ടില്ല. ഇവിടെ ഒരു ടർഫ് കണ്ടു. ടർഫിൻ്റെ തൊട്ടടുത്താണ് പള്ളി. പക്ഷേ ഈ ഗ്രഫീറ്റി വരച്ച് വെച്ചിരിക്കുന്നില്ലേ, ഇതിനകത്ത് പള്ളിയുടെ മതിലാണ്. ഇതിനകത്താണ് ആ പള്ളി വരുന്നത്. ഇതാണ് ഇവിടുത്തെ കാത്തലിക് ചർച്ചാണ്, ലാറ്റിൻ കാത്തലിക്കാണ് ഇവിടെ. ഡോൺ ബോസ്കോ എന്നാണ് ഈ ചർച്ചിൻ്റെ പേര്. അങ്ങനെ അവിടെ നോക്കി ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു പാർക്കിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. എന്തായാലും അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ പോയിട്ട് വരാം. എന്തായാലും പള്ളി ക്ലോസ്ഡ് ആണ്, അപ്പോൾ എന്തായാലും തുറക്കത്തില്ല. ഇനി ഞായറാഴ്ച ആയിരിക്കും ഇത് വരുന്നത്. ഗൂഗിളിൽ നോക്കിയപ്പോഴും അങ്ങനെയാണ് കിടന്നത്. ഞായറാഴ്ചയാണ് ഇതിനി ഓപ്പൺ ആവുന്നതെന്നാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം. ഉള്ളിലോട്ടൊരു പാർക്കുണ്ട്, അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. പിന്നെ ഈ വീടൊക്കെ കണ്ടല്ലോ, വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു ഇവിടുത്തെ യൂറോപ്യൻ കൾച്ചറിൽ വരുന്ന രീതിയിലാണ് വീടുകളും ഇവിടുത്തെ ആ ഒരു ഇതും. ഉള്ളിലോട്ട് വരുമ്പോൾ എല്ലാം ഇങ്ങനത്തെ ഒരു വീടുകളും ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ പല വീടുകളിലും ആൾത്താമസമില്ല, ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന വീടുകളുണ്ട്. പിന്നെ വലിയ വലിയ റോസ് മരം ഉണ്ടല്ലോ, റോസാപ്പൂവിൻ്റെ അതിൻ്റെ മരങ്ങൾ. നമ്മൾ സാധാ ചെറിയ ചെടികൾ അങ്ങനത്തെ സെറ്റപ്പല്ല, പക്ഷെ ഇവിടെ കുറേ മരങ്ങളുണ്ട് റോസിൻ്റെ. നല്ല രീതിക്ക് വളർന്ന് അങ്ങനത്തെ രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പാർക്ക്. ഇവിടെ ഇപ്പോൾ ആരുമില്ല, തണുപ്പ് സമയമായതുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. കുറച്ച് സീറ്റും ഇങ്ങനത്തെ ഒരു ആൾക്കാർക്ക് വന്നിരിക്കാനും നടക്കാനും അങ്ങനത്തെ ചെറിയൊരു സെറ്റപ്പ്. വെയിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് കവറാവും. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ലേക്ക് ഉണ്ട് കുറച്ച് അപ്പുറത്ത്. ആ ലേക്കിലോട്ട് നമുക്ക് പോകണമെന്നുണ്ട്. പക്ഷെ ഇപ്പം പോയി കഴിഞ്ഞാൽ തണുത്ത് വിറച്ച സീനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പം ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ ഈ സമ്മർ ടൈമൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോവാം.
അപ്പം ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സമ്മർ ടൈം ആവണം, എന്നാലും ഞാൻ വീഡിയോ ഇടുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. എന്നാലേ അടുത്ത വീഡിയോ കാണും. ആ വീഡിയോ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊന്നും അല്ല, അവിടുത്തെ വേറെ ലെവൽ വ്യൂ എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. അവിടെ ഇനി വേറെ ഒന്നും കാണാനില്ലല്ലോ, ഒന്നുമില്ല, ആൾക്കാരും ഇല്ല, ഒന്നുമില്ല. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ അവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സ്റ്റേ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കറങ്ങി തിരിച്ച് റൂമിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവന് ഫോട്ടോ എടുക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ഫോട്ടോ എടുക്കണം. അപ്പം എല്ലാം കണ്ടല്ലോ, കണ്ട സ്ഥിതിക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.